PMCയിൽ ഇനി എന്ത് എന്നതാണ് ചോദ്യം. UDF-ൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം പ്രകടമാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് അന്തിമ തീരുമാനമെങ്കിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. സംസ്ഥാന സിലബസ് പഠിപ്പിക്കാൻ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയതിനാലാണ് കേരളം ആ പ്രതീക്ഷ വെക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഉപസമിതി അന്തിമയോഗം ചേരാനിരിക്കുകയാണ്. ഉപസമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം മന്ത്രിസഭായോഗം റിപ്പോർട്ട് ചർച്ച ചെയ്യും. വിവരങ്ങളുമായി GV പ്രസാദ് ചേരുകയാണ്. GV പ്രസാദ്, ഇന്നലെ മുതൽ ഉയരുന്ന മറ്റൊരു വാദമാണിത്. ഇനിയിപ്പോ മന്ത്രിസഭായോഗം ചേരും, മാത്രമല്ല ഓണം കഴിഞ്ഞ് വിപുലീകൃത UDF യോഗം ചേരും. ഇതൊക്കെ കഴിഞ്ഞാലേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ GV പ്രസാദ്. ഇനി ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമല്ലേ ബാക്കിയുള്ളൂ? മധു, അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. VD സതീശൻ പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇനി UDF-ന്റെ മുന്നിൽ എന്താണ് വഴി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തന്നെ കരിക്കുലം തൊടാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് UDF ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അത് VD സതീശന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് LDF സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് മാത്രമാണ് PMC പദ്ധതിയുമായി മുന്നോട്ട് പോവേണ്ടി വന്നത് എന്ന VD സതീശന്റെ വാക്കുകളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. VD സതീശന്റെ നിലപാടുകളാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ റഹീസ് വിശദീകരിച്ചതുപോലെ മാധു, ഇത് ലോട്ടറി അടിച്ചിരിക്കുന്നത് CPIM-നാണ്, CPI-ക്കാണ്, LDF-നാണ്. കാരണം ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് കളവാണ് എന്ന് രേഖകൾ സഹിതം പുറത്തേക്ക് വരുമ്പോൾ ഇനി ഇത് UDF-ൽ വലിയ പ്രശ്നമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് PMC പദ്ധതി, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം, ഇതെല്ലാം നഖശികാന്തം എതിർക്കുന്ന പാർട്ടിയാണ് UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അറബിക്കടൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ KM ഷാജി ഇവരടക്കമുള്ളവരുടെ നിലപാട് ഇതിൽ നിർണായകമാവുകയാണ്. UDF-ൽ ആദ്യത്തെ പ്രശ്നം PMC-യുടെ ഭാഗമായി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം. മാധു, GV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.